സന്ദീപേ, എന്താ എടുത്തി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? സന്ദീപിന്റെ ആ വിളിയില് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് നോക്കുകയായിരുന്നു. അതെന്താ എടുത്തി അങ്ങനെ പറഞ്ഞത്? അല്ല, അങ്ങനെ ഒരു ആത്മാർത്ഥത മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും നീ എന്താ എല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു ഏട്ടത്തി എന്ന രീതിയിൽ ഞാൻ തന്നിട്ടുണ്ടെന്നാ എന്റെ വിശ്വാസം. നീ ചെയ്തതുപോലെ അതേ അളവിലും തൂക്കത്തിലും തെറ്റ് എന്റെ അനിയത്തിയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ആതിരയുടെ ചേച്ചി എന്ന നിലയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങൾ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രായം പരസ്പരം സ്നേഹിക്കാനുള്ളത് തന്നെ. പക്ഷേ നിങ്ങളുടെ ഈ ബന്ധം അത് അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു നേരം പോക്കിനുള്ളതൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ആതിരയെക്കുറിച്ച് സന്ദീപിന് എന്തറിയാം? സന്ദീപിനെ കുറിച്ച് ആതിരയ്ക്ക് എന്തറിയാം? അപ്പൊ പിന്നെ എങ്ങനെ ഇതൊരു സീരിയസ് റിലേഷനായി കാണാനാവും? സന്ദീപിന് ഇത് വെറും തമാശയാവും. പക്ഷെ ആതിരയ്ക്ക് അങ്ങനെയല്ല. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വെച്ച് ഇത് നിർത്തിക്കൂ സന്ദീപ്. അനിയത്തിയെ സ്നേഹിക്കുന്ന ഒരു ചേച്ചിയുടെ അപേക്ഷയാണ്. ഞാനിന്ന് മനസ്സ് നിറഞ്ഞ് സച്ചിയുടെ ഭാര്യ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അമ്മയില്ലാത്ത എനിക്ക് സ്നേഹിക്കും രണ്ടമ്മമാരെ ഈശ്വരൻ തന്നത്. അവന്തികയെടുത്തി അർച്ചന എടുത്തി. ആ അവകാശത്തിൽ നിന്നുകൊണ്ട് ഒരു മകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്ന എടുത്തി കേൾക്കണം. ആതിരയുടെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി. കാരണം എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചത് ആതിരയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു മിസ് കോള് തുടങ്ങിയതാണ് ഞങ്ങളുടെ ബന്ധം. പിന്നെ സംസാരിച്ച് അടുത്തുവരെ ഞങ്ങള്. പിന്നെ എപ്പോഴും എനിക്ക് മനസ്സിലായി, ഞാൻ അറിയാതെ തന്നെ ആതിര എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ആ ശബ്ദത്തിന്റെ ഉടമയെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് എടുത്തു വെച്ചു, വ്യക്തമായ രൂപമില്ലാതെ തന്നെ. പിന്നീട് അങ്ങോട്ട് ആതിരയില്ലാത്ത ഓരോ സമയവും എനിക്ക് വലിയ ശൂന്യതയെ തോന്നി. ഇപ്പോഴുള്ള അവളുടെ അഭാവത്തിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവളെനിക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നുവെന്ന്. സന്ദീപ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് രണ്ട് കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ കുടുംബത്തിലുള്ളവർ ഈ ഒരു സ്നേഹബന്ധം അറിയുമ്പോൾ അതിനെതിരെ നിന്ന സന്ദീപ് എന്ത് ചെയ്യും? ഇവിടെ എല്ലാവരും നിന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും ചിലപ്പോ. അപ്പോ നീ ഒരു അനുസരണമുള്ളവനായി മാറിയ എന്റെ ആതിരയ്ക്ക് അത് എത്രത്തോളം താങ്ങാനാവും എനിക്കറിയില്ല. ഏട്ടത്തി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എന്റെ ഒരു ആഗ്രഹത്തിനും ഇവിടെ ആരും എതിരെ നിൽക്കില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ആ വിശ്വാസത്തെ ആരെങ്കിലും മറികടന്നാലും ഞാനത് വകവയ്ക്കാനും പോകുന്നില്ല. അങ്ങനെ നീ പോകുന്നെങ്കിൽ ഈ അനൂപിന്റെ ശവത്തെ ചവിട്ടിയായിരിക്കും. ഫോണിൽ സംസാരിച്ചതും നീ സ്നേഹിച്ചതും ആതിരയാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സന്ദീപ് ഈ ബന്ധം ഇത്രയും നാൾ നീട്ടിക്കൊണ്ടു പോവുമായിരുന്നു. സത്യം പറഞ്ഞ അത് ഞാൻ തന്നെ ഇപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എടുത്തി. എടുത്തി ക്ഷമിക്കണം, ആ ഒരു ചോദ്യത്തിന് മാത്രം എന്റെ പകല് വ്യക്തമായൊരു ഉത്തരമില്ല. ആതിരയ്ക്ക് എന്നോട് എത്രത്തോളം അടുപ്പമുണ്ടെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. പക്ഷെ എന്റെ മൗനം അവളെ വല്ലാതെ തളർത്തി കളഞ്ഞു തോന്നുന്നു. അവൾക്ക് എന്നോട് ഇപ്പൊ ദേഷ്യമായിരിക്കും. ഉള്ള ഇഷ്ടം ഞാനായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ ഒന്നും കഴിഞ്ഞിട്ടില്ല സന്ദീപ്. അവക്കിപ്പോഴും നിന്നെ ഇഷ്ടം. എന്റെ അനിയത്തി എന്നോട് പറഞ്ഞു നീ ഇല്ലാതെ അവള് ജീവിക്കില്ലെന്ന്. പക്ഷേ ഇക്കാര്യം അവളെ വീട്ടിൽ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത വഴി ശരിയായില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ആള് നെല്ലിശ്ശേരിയിലെ സന്ദീപ്. അതാ ഞാൻ പറഞ്ഞത്, ചെറിയൊരു ഇഷ്ടത്തിൽ നിൽക്കുമല്ല അവളിപ്പോഴും.
ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കണം. അവിടെ എല്ലാവരും വലിയ എതിർപ്പില്ല. ഇവിടുത്തെ കാര്യം ഇനി കണ്ടറിയണം. എടുത്തി, ഈ വീട്ടിലെ അവന്തികേട്ടത്തെക്കാളും അച്ഛൻ സ്നേഹിക്കുന്നത് അർച്ചനേട്ടത്തെയാ. ആ സ്നേഹത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇതൊന്ന് സംസാരിച്ചൂടെ അച്ഛനോട്? ഇവിടെ അച്ഛൻ സമ്മതിച്ച ഏട്ടത്തിലെ വീട്ടുകാർ പിന്നെ എതിർപ്പൊന്നും പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേരെ തമ്മിൽ അകറ്റുന്നത് വലിയ പാപോ? അതുകൊണ്ട് സമയവും സന്ദർഭവും നോക്കി ഞാനിത് സച്ചിനോട് സംസാരിച്ചോളാം. നിങ്ങൾ തമ്മിൽ ഇത്രയും സ്നേഹിക്കുന്ന സ്ഥിതിക്ക് ഇനി കൂടുതൽ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ ഏട്ടത്തിൽ എന്നതിലുപരി ഞാൻ അവളുടെ കൂടപ്പിറപ്പാ. എന്ത് പ്രതിസന്ധി വന്നാലും നീ അവളെ തള്ളിക്കളയരുത്. ആ ഒരു അപേക്ഷ മാത്രമേ എനിക്ക് നിന്നോടുള്ളൂ. ഇല്ല എടുത്തി, ഇനി എന്ത് വന്നാലും ആതിരെ ഞാൻ ഉപേക്ഷിക്കില്ല. അത് ഈ സന്ദീപിന്റെ വാക്കാ. അത് മതി. അത് മാത്രം കേട്ടാൽ മതി എനിക്ക്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ? ആവണിമോളും കൊണ്ട് ഇല്ലാതായപ്പോ ഈ വീടിപ്പോ മരണവീട് പോലായി. ഞങ്ങൾ ഉടനെ തിരിച്ചു വരും അമ്മേ. ഒരു കണക്കിന് ഈ സമാധാനക്കേടിനിടയിൽ നിങ്ങൾ വരാതിരിക്കുന്നതാ നല്ലത്. ആ കൊച്ചും കൊണ്ട് ഇതൊന്നും കണ്ട് പഠിക്കണ്ടല്ലോ. കുറച്ച് ദിവസമെങ്കിലും നിങ്ങളവിടെ സമാധാനമായിട്ട് നിൽക്കേ. അമ്മേ, അനൂപേട്ടൻ വന്നോ? ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. ഇവിടെയുണ്ട് മോളെ, കൊടുക്കണോ? അനൂപേ, അനൂപേ, മീരയാ വിളിച്ചത്. എന്താ അമ്മേ? ദാ ഫോൺ. ആരാ? മീരയാടാ. ആ, എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞേക്ക്. എടാ എടാ അനൂപേ, ദാ മോനെ, നീ ആദ്യം അവളോട് സംസാരിക്കേ. അമ്മയ്ക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? അയ്യോ, മോളെ മീരെ. ഹലോ ഹലോ. നിന്റെ ദേഷ്യമൊക്കെ കൊള്ളാം. നിന്റെ ഭാര്യ മാത്രമല്ല ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്, നിന്റെ മോളും കൂടെയാ. നിന്റെ അച്ഛനോടും അമ്മയോടും അനുജത്തിയോടും ഒക്കെ ദേഷ്യം തീർക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം കുടുംബം കൈവിട്ടു പോകാതെ നോക്കണം. പിണങ്ങിപ്പോയതാണെങ്കിലും അതെല്ലാം മറന്നുകൊണ്ടല്ലേ അവളിപ്പോ നിന്നോട് സംസാരിക്കാൻ വന്നത്. കാലി പിടിക്കുമ്പോ തോളിക്കയറാൻ വന്നാലേ അവസാനം ഒറ്റയ്ക്കേ കാണുള്ളൂ. അതൊന്ന് മനസ്സിലാക്കിയാ കൊള്ളാം. ഈ വീട്ടിൽ ആരും ഒന്നും കഴിക്കുന്നില്ലേ? ആരെങ്കിലും ചത്തോ ഇവിടെ? വിളമ്പി വെച്ചിട്ട് കുറെ നേരമായി. ആതിരെ, നീ എന്തിനുള്ള പുറപ്പാടാടി? വേണ്ട
അച്ഛനെ കൂടെ പുറപ്പുകളൊക്കെ പറഞ്ഞേ അവള് ചാകാൻ നിൽക്കാൻ ചാവട്ടാ. ഇങ്ങനെ ഒരുത്തെ ഞാൻ പറ്റിട്ടില്ലെന്ന് വിചാരിച്ചോളാം. നിന്നെ വയറ്റിൽ ചുമന്നത് മുതൽ ഇതുവരെ ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോടി? എന്റെ കാര്യം പോട്ടെ. ഈ നിൽക്കുന്ന മനുഷ്യൻ നീ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഒട്ടോടി. കാള വണ്ടി വലിക്കുന്നത് പോലെ ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഈ ചേട്ടനെ നീ ഓർത്തോ? അനീതി വിഷമിപ്പിക്കരുത് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയ നിന്റെ ചേച്ചിയെങ്കിലും നിനക്ക് ഓർത്തുകൂടായിരുന്നോ? ഇല്ല, ഞങ്ങളാരും നിന്റെ ഓർമ്മയിലില്ല. നിനക്ക് വരുന്നത് നിന്റെ പ്രേമമാ. ആരാണ് നിന്റെ സ്വസ്ഥത കളഞ്ഞത്? എല്ലാം നീ സ്വന്തമായിട്ട് വരുത്തി വെച്ചതല്ലേ അല്ലേ? എന്റെ മോളൊരു ഭീരുവാണെന്ന് ഈ അമ്മ ഇപ്പഴാ മനസ്സിലാക്കിയത്. ഏതോ ഒരുത്തിന് വേണ്ടി ജീവൻ കളയാൻ നടക്കുന്ന ഭീരു. മതിയമ്മേ, എന്തിനാ ഇവളോട് കൂടുതൽ സംസാരിക്കുന്നത്? നമ്മളൊന്നും ഇവൾക്ക് ആരുമല്ല. ആയിരുന്നെങ്കിലേ ഇവിടെ ഇങ്ങനെ കാണിക്കോ? നിനക്കൊക്കെ വേണ്ടി എന്റെ കുടുംബം വരെ തുളച്ചിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊക്കെ കുറച്ച് വിഷം കൂടി വാങ്ങിച്ചു തരാൻ മേലായിരുന്നോ? വേണ്ട, നീ ഇങ്ങോട്ട് മാറ്. ഇവളോട് കൂടുതൽ സംസാരിക്കാതിരിക്കുന്ന നല്ലത്. എടി, എന്റെ മോളെന്തായാലും മരിക്കാൻ തീരുമാനിച്ചല്ലേ? പോയി മരിക്കടി. എന്നിട്ട് നിങ്ങളുടെ സന്തോഷം മാത്രം കണ്ട് ജീവിക്കുന്ന ഈ ആങ്ങളെ കൊണ്ട് പെരുകർമ്മം കൂടി നടത്തണി. അങ്ങനെയൊക്കെ നടക്കട്ടെ. ജീവിതത്തിലേക്ക് നിനക്ക് കിട്ടാതെ സ്വസ്ഥത മരിക്കുമ്പോഴെങ്കിലും കിട്ടട്ടെടി. പോയി മരിക്കേ. ഇവളിനി മരിക്കാൻ തീരുമാനിച്ച നിങ്ങൾ ആരും ഇവിടെ തടയരുത്. മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാരും അറിഞ്ഞാ മതി. എന്റെ ഈ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഏട്ടന് ഭ്രാന്ത് പിടിക്കാൻ അധികം സമയം വേണ്ടി വരില്ല. എന്റെ കാലിൽ ചങ്ങലിടുന്നത് നീ കാരണമാവരുത്. എന്റെ മക്കൾ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന അച്ഛനാണ് ഞാൻ. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ കൂടെ നിൽക്കില്ല. മക്കൾ മരിക്കുമ്പോ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയാ ഏറ്റവും പാപികളായ മാതാപിതാക്കൾ എന്ന് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത മോളെ? നീ ഇട്ടിരിക്കുന്ന കുരുക്ക് എന്റെ മോളെ കുറിച്ച് എനിക്കുള്ള പ്രതീക്ഷകളെ കൊല്ലുന്നതാ. ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഹൃദയം കൊടുത്ത് സ്നേഹിച്ച ആളാ സന്ദീപ്. കൂടെ നിന്നില്ലെങ്കിലും വേണ്ട, സന്ദീപിനെ മറക്കാൻ മാത്രം പറയരുത്. ഇല്ല എടുത്തി, ഇനി എന്ത് വന്നാലും ആതിരെ ഞാൻ ഉപേക്ഷിക്കില്ല. അത് ഈ സന്ദീപിന്റെ വാക്കാ. എനിക്കവനെ ഇഷ്ടമാ, ഭയങ്കര ഇഷ്ടമാ. അത്രയ്ക്കും ഞാൻ അവനോട് അടുത്തുപോയി. ഇനിയും ഇത് സച്ചേട്ടനിൽ നിന്ന് മറച്ചു വെക്കുന്നത് ശരിയല്ല. സംസാരിച്ച് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുപ്പിക്കണം. ഇന്നൊരു മോശം ദിവസമായിരുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും ഓരോരോ പൊല്ലാപ്പുകൾ. തല പൊട്ടിപ്പൊളിയ. സച്ചേട്ടാ, എനിക്ക് കടുപ്പത്തിലൊരു ചായ ആവാം. താൻ ചായ എടുക്കാൻ പോയില്ലേ?
അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞാലോ? എന്താ? അത് എന്താന്ന് വെച്ചാ സന്ദീപ്. ഹലോ, ഇതൊക്കെ എന്തിനാടോ എന്നോട് ചോദിക്കുന്നേ? ഇത്ര നേരം ഞാൻ ഓഫീസിൽ തന്നെയല്ലേ ഇരുന്നേ. അപ്പൊ തനിക്ക് എന്നോട് ചോദിച്ചോടായിരുന്നോ? വീട്ടിൽ വന്ന് കയറുമ്പോഴെങ്കിലും അല്പ സമാധാനം താടോ. ഞാൻ പറയുന്നത് ആദ്യം അനുസരിക്ക്. GST ബില്ല് ആദ്യം സോർട്ട് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞിരുന്നേ. എന്നിട്ട് താനത് ചെയ്തോ? ഇല്ലല്ലോ. ബാക്കി ഞാൻ നാളെ അവിടെ വന്നിട്ട് നോക്കിക്കോളാം. ആ പറ സന്ദീപ്. പോയോ? ചേച്ചി ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചത്? നീ പറ, ഞാനൊന്ന് കേക്കട്ടെ. നിനക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാ? ആദ്യം സന്ദീപിനെ, പിന്നെ ചേച്ചി. ഞാൻ പിന്നെ നിന്റെ സ്വന്തമാണല്ലോ. അതെ, എനിക്ക് പേടി മുഴുവനും സന്ദീപിന്റെ കാര്യത്തിലാ. ആ ആതിരെന്ന് പറയുന്നവള് അവന് തട്ടിയെടുക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാ ആ പേടിനി വേണ്ട. സന്ദീപ് നിനക്ക് തന്നെ ഉള്ളതാ. ഇത് ഞാൻ കുറെ കാലമായി കേൾക്കുന്നതാ. എനിക്കിപ്പോ അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. നിന്നോട് ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ, നീ സ്നേഹിക്കുന്ന ആളെ നിന്റെ ഈ കൈവെള്ളയിൽ ഈ ചേച്ചി വെച്ചു തരുമെന്ന്. നിന്റെയും സന്ദീപിന്റെയും വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചു. എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്, തീരുമാനമല്ല. സന്ദീപിനെ കൊണ്ട് അനഘയെ വിവാഹം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താ മോളുടെ അഭിപ്രായം? വിവാഹത്തിന് ഇനി മുഹൂർത്തം മാത്രം തീരുമാനിച്ചാൽ മതി. എന്ന് എപ്പം നടത്തണമെന്ന് നീ തന്നെ പറഞ്ഞു. അയ്യോ, സന്തോഷായോ എന്റെ മോക്ക്? സന്തോഷല്ല ചേച്ചി, അത്ഭുതം. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന്? അതൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരുപാടുണ്ട്. അതൊക്കെ പിന്നീട് പറയാം. എങ്കിലും ചേച്ചി ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. ആലോചിക്കുമ്പോ തന്നെ എന്താ ഒരു ഇതിന് സ്വപ്നം വല്ലതുമാണോ? ഏയ്, ഇത് സ്വപ്നമൊന്നുമല്ല. പക്ഷേ ഇനി അങ്ങോട്ട് നീ സ്വപ്നം കാണണം. ഇനി വേറെ എന്ത് സ്വപ്ന ചേച്ചി? ഏറ്റവും വലുത് ഇതായിരുന്നല്ലോ. അല്ല, ഇനിയാണ് നീ ശരിക്കും സ്വപ്നം കണ്ടു തുടങ്ങേണ്ടതും അതിനൊത്ത് ജീവിക്കേണ്ടതും. ഞാൻ പറഞ്ഞതെന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലല്ലേ? ഇല്ല, പറഞ്ഞുതരാം. ഞാനും നീയും ഇപ്പോഴും ഈ വീട്ടിൽ തുടരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രം. ആ ഭാഗ്യം ഇനി എത്ര നാള് കൂടെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. ഇനി അങ്ങോട്ട് ആടി ആടി ഇരിക്കുന്നതിനൊക്കെ നമുക്കൊന്ന് ഉറപ്പിക്കണം. ആ, ഇതിപ്പോ സേതുമാധവൻ എന്നുള്ള മനുഷ്യ മാത്രമേ വിവാഹം അംഗീകരിച്ചിട്ടുള്ളൂ. ഈ കുടുംബത്തിലെ ഒരു കാര്യത്തിന് ആ അംഗീകാരം തന്നെ ധാരാളമാണ്. എങ്കിലും സന്ദീപിന്റെ തീരുമാനം എന്താണെന്ന് വേണം ഇനി നോക്കാൻ. അവന്റെ ഇഷ്ടം നിനക്കും അറിയാലോ. ഇനി സന്ദീപിനൊപ്പമേ ആദ്യം ജീവിക്കുന്നുള്ളൂ. ഒരാളുടെ മനസ്സിൽ കയറാൻ വലിയ പാടാ. അതിനേക്കാ പാടാ അവിടുന്ന് ഒരാളെ മാറ്റി പകരം കയറാന്നുള്ളത്. ഞാൻ ഇപ്പോഴും അതിന് ശ്രമിക്കുന്നുണ്ടല്ലോ ചേച്ചി. നീ ഇത്രയൊക്കെ കിണഞ്ഞു ശ്രമിച്ചിട്ടും അതിന്റെ ഫലം കിട്ടിയതാ ആദരിക്കല്ലേ? എടി, ചീപ്പ് കളിക്കിറങ്ങുമ്പോ അവിടെ പിന്നെ സ്റ്റാൻഡേർഡ് ഒന്നും നോക്കരുത്. നിനക്ക് പണ്ടേ അവനെ കിട്ടിയാനെ. നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തോണ്ടാ കാര്യങ്ങൾ ഇത്രയും താമസിച്ചത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചി പറ, ഞാൻ അതുപോലെ ചെയ്യാം. നീ എപ്പോഴും അവന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവണം. പിന്നെ
ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിലും. ആതിരയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സന്ദീപിന് ചേർന്ന ഭാര്യ നീയാണെന്ന് അവന് തോന്നണം.